യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. രക്ഷേനെ നന്ദിയോട് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും ദൈവം നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് വേണ്ടതൊക്കെയും ദൈവം തന്ന് ഹല്ലേലൂയ മരുഭൂമി യാത്രയിൽ നമ്മെ താഴ്ന്നു പോകാതെ ക്ഷീണിച്ചു പോകാതോണം നമ്മെ ബലത്തോടെ നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഉള്ളിൽ ബലം തന്ന് നമ്മെ ധൈര്യപ്പെടുത്തിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കാലം ദൈവസനെ പ്രാർത്ഥനയോടും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രത്തോടും സ്തുതിയോടും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്ത് വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ദൈവിക കരുതൽ കാണുന്ന സമയത്തിലെ പലപ്പോഴും നാം ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും, ദൈവത്തിന്റെ കരുതൽ തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും എന്നൊക്കെ നാം കേൾക്കാറുണ്ട്, നാം പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഈ പൽക്കാലം പരിശുദ്ധാത്മയെ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ കരുതലുകൾ നാം കാണാൻ പോകുക. സ്തോത്രം ഹല്ലേലൂയ. ഇനി കേട്ടു മാത്രം ഇരിക്കുവാനല്ല, ദൈവത്തിന്റെ കരുതൽ കാണുന്ന സമയമത്രേ നാം ചിലത് കാണും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നമ്മുടെ തലമുറയോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നമ്മുടെ ചില പ്രാർത്ഥനയുടെ മറുപടിയുടെ കരുതലുകൾ ഹല്ലേലൂയ നാം കാണാൻ പോകുക. ആ കാണുന്ന ഒരു സമയമത്രേ വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവിക കരുതലുകൾ ഈ പകൽക്കാലം മുതൽ കണ്ടു തുടങ്ങുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 22-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടിൻകൊറ്റിനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ആമേ. സ്തോത്രം. അനേക ചോദ്യങ്ങളുടെ ഒരു മറുപടി എന്നതുപോലെയാ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തു ചെയ്തു അബ്രഹാം? എന്തു ചെയ്തു? ഒരു ആട്ടിൻകൊറ്റ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. ദൈവത്തിന്റെ ഒരു കരുതലിനെ കാണുന്ന അബ്രഹാമിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുവാനായിട്ട് യഹോവയ ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ട് യാഗത്തിനായിട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ യാത്ര, 3 ദിവസത്തെ യാത്ര തന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി ചോദ്യങ്ങളും ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു അനുഭവമായിരുന്നു. മറ്റൊന്ന് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് യാത്ര പുറപ്പെട്ട അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അതിനിടയ്ക്ക് വെച്ചൊന്നും ദൈവിക ശബ്ദം കേൾക്കാത്ത ഒരനുഭവം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അബ്രഹാം മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അബ്രഹാമിന്റെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൃഢനിശ്ചയത്തോടുള്ള, വിശ്വാസത്തോടു കൂടിയുള്ള തന്റെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ കരുതൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ചിലരൊക്കെ ചോദിച്ചു കാണുമായിരിക്കാം, ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്ത് കാണുവാൻ പോകുന്നു, എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള ചില ചോദ്യങ്ങൾ ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ദൃഢനിശ്ചയത്തോടെ യഹോവ ഈരെ, യഹോവ കരുതിക്കോളും എന്നുള്ള വാക്കുകൾ പറഞ്ഞ് നീ മുന്നോട്ട് പോയപ്പോൾ ചില പരിഹാസങ്ങൾ കേട്ട് കാണുമായിരിക്കാം, ചില നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾ കാണുമായിരിക്കാം. യഹോവ ഈരെ എന്ന് പറഞ്ഞു നടന്നുകൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ നാം കേൾക്കുകയും കേൾക്കാതെയൊക്കെ പലരും നമ്മുടെ മുമ്പിലും പിറകിലും നിന്ന് പരിഹസിച്ച് കാണുമായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, യഹോവ ഈരയായി ചിലർക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. സ്തോത്രം ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ദൈവത്തിന്റെ കരുതലുകൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. യേശുവിന്റെ നാമത്തെ അങ്ങനെ ചില ദൈവിക കരുതലുകൾ ഹല്ലേലൂയ നിങ്ങൾ കാണുവാനായിട്ട് പോകുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ അബ്രഹാം ബാലന്മാരോട്
ബാല്യക്കാരോട് പറയുന്നൊരു കാര്യമുണ്ട്. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ ഇവിടെ കഴുതയുമായി ഇവിടെ ഇരിപ്പി, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറയുന്നു. അപ്പൊ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അബ്രഹാമിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ സ്തോത്രം ആ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചുള്ള ഒരു ദൃഢനിശ്ചയവും വിശ്വാസത്തിന്റെയും ഒരു പ്രഖ്യാപനത്തെ അവിടെ കാണുവാൻ സാധിക്കുന്നു. ഞാനും ബാലനും അവിടത്തോളം പോയി ചെന്നിട്ട് ആരാധന കഴിച്ച് മടങ്ങി വരാം. അബ്രഹാം തനിച്ചു കടന്നു വരാം എന്നല്ല പറയുന്നത്, ബാലനുമായി മടങ്ങി വരാം. അപ്പൊ അതിനകത്ത് അവിടെ ഒന്ന് കാണുമെന്ന് തന്റെ ഉൾക്കണ്ണു കൊണ്ട് ഹല്ലേലൂയ താൻ കാണുവാനായിട്ട് ഇടയായി തീർന്ന അതിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 13-ാം വാക്യത്തിൽ വന്നപ്പോ അബ്രഹാം അതിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ചില ചോദ്യങ്ങളും ചില വേദനിക്കുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ കരുതൽ എനിക്ക് വേണ്ടി വെളിപ്പെടും എന്ന ദൃഢനിശ്ചയത്തോട് യാത്ര ചെയ്ത ദൈവ പൈതലെ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നത് കാണാൻ പോകിയ സ്തോത്രം. നിങ്ങൾ ചിലത് കാണും. ഹല്ലേലൂയ. ചില ദൈവിക കരുതലുകൾ കാണുന്ന സമയമത്രേ. ഹല്ലേലൂയ. ഇനി അത് വെളിപ്പെടുമായിരിക്കും എന്ന് പറഞ്ഞ് നടക്കുകയല്ല, ചിലത് കാണാൻ പോകുക. എത്ര പേർക്ക് ഈ പൽക്കാലം വിശ്വാസമുണ്ട്? നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയുടെ മധ്യത്തിൽ ഹല്ലേലൂയ നിങ്ങൾ ചിലത് കാണാൻ പോകുക. ദൈവത്തിന്റെ ചില വാഗ്ദത്തം നിങ്ങൾ കാണാൻ പോകുക. ദൈവത്തിന്റെ ചില ഹല്ലേലൂയ കരുതലുകൾ നിങ്ങൾ കാണാൻ പോകുക. സ്തോത്രം. അവിടെ കൊണ്ട് തീരുന്നില്ല. സ്തോത്രം. അടുത്തൊരു ചോദ്യം കടന്നു വരുന്നുണ്ട്. മകൻ ചോദിക്കുന്നുണ്ട്, അപ്പ വിറകും തീയുമുണ്ട്, യാഗവസ്തു എവിടെ? സ്തോത്രം. ഏതൊരപ്പനെയും തളർത്തിക്കളയുന്ന ഈ ഒരു സാഹചര്യത്തിലുള്ളൊരു ചോദ്യമാ. അവിടെയും അബ്രഹാം അധൈര്യപ്പെട്ടു പോയില്ല. അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? ഒരു ഹോമയാഗം കഴിക്കുവാൻ അബ്രഹാമിനോട് ഇസാക്കിനെ കൊണ്ടുപോയി ചെയ്യുവാനായിട്ട് പറഞ്ഞത്. ഇവിടെ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഹോമയാഗത്തിനു വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കാണുന്നു മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് നമുക്ക് 13-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ചില ചോദ്യങ്ങൾ നിന്റെ മുമ്പാകെ കടന്നു വന്ന് കാണുമായിരിക്കാം. പക്ഷെ ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി ഇല്ലാതെ നീ ചിലതിനെ കടക്കുവാനായിട്ട് കഴിഞ്ഞു കാണുമായിരിക്കാം. ചിലത് കയറുവാനായിട്ട് ഇടയായി കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില വാഗ്ദത്തം നിങ്ങൾ കാണാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലുകൾ ദൈവം നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. എന്റെ തലമുറയുടെ ഭാവി നോക്കിക്കൊള്ളും, എന്റെ കുടുംബജീവിതത്തെ ദൈവം നോക്കിക്കൊള്ളും, എന്റെ ബിസിനസിനെ ദൈവം നോക്കിക്കൊള്ളും എന്നൊക്കെ നീ ചിലരടുത്ത് പറഞ്ഞില്ലേ? ആ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞത്, എന്റെ സർവശക്തിനെ കുറിച്ച് നീ പറഞ്ഞതിനെ ദൈവം അങ്ങ് ഉറപ്പിക്കാൻ പോകിയ. സ്തോത്ര. അതേ സ്തോത്ര. അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയ നിങ്ങളുടെ സകല ചിന്താകുലോ അവന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ കർത്താവ് പറഞ്ഞുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ആ കർത്താവിന്റെ മേൽ നീ വച്ചു കൊടുത്തിട്ട് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി നോക്കിക്കൊള്ളും എന്നുള്ള ഉറപ്പോട് യാത്ര ചെയ്ത പൈതലേ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ചിലത് കാണാൻ പോകിയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകളെ ദൈവം അങ്ങ് ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നിങ്ങൾ അവിടെ അധൈര്യപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ ചില കരുതലുകൾ നിങ്ങൾ കാണുന്ന സമയമത്രേ. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അബ്രഹാം അവിടെ പോയി യാഗം അർപ്പിക്കുവാനായിട്ട് യാഗപീഠം ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെയും ഒരു ദൈവശബ്ദം കേൾക്കുന്നില്ല. സ്തോത്രം. നാം ആണെങ്കിൽ പലപ്പോഴും ആവർത്തിച്ച് തിരിഞ്ഞു നോക്കും, എപ്പോഴെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടോ എന്ന്. സ്തോത്രം. ഒന്നും കേൾക്കുവാനും കാണാനും ഇല്ലാതിരിക്കുമ്പോഴും അബ്രഹാം എന്ത് ചെയ്തു? താൻ ചെയ്യേണ്ടത് ചെയ്യുവാനായിട്ട് ഇടയെത്തുന്നു. തന്നോട് പറഞ്ഞതായ സ്ഥലത്ത് താൻ എത്തുവാനായിട്ട് ഇടയെത്തുന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, ദൈവം നിന്നോട് പറയുന്നത്, നീ ഒരു പോസ്റ്റിനെ പോലെ നിന്നുകൊണ്ട് നീ അനുസരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്തോത്രം, അവിടെ നിനക്ക് വേണ്ടിയുള്ളത് കരുതി വെച്ചത് നീ കാണുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഓൾറെഡി നിനക്ക് വേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടത്, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഉള്ളത് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവിന് പറയാനായിട്ടുള്ളത് നീ അവിടെ എത്തുക. ഹല്ലേലൂയ. പലപ്പോഴും അതാ നമുക്ക് ബുദ്ധിമുട്ടായി തീരുന്നത്. നമുക്ക് എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയുക, നാം ഇരിക്കുന്നിടത്ത് കാണണം. ഹല്ലേലൂയ. നോ, നാം ചിലതിന് വില കൊടുക്കുവാൻ തയ്യാറാകുമ്പോ, ചില റിസ്കുകൾ എടുക്കുവാൻ തയ്യാറാകുമ്പോ, അവിടെയാ ദൈവത്തിന്റെ കരുതലുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം.
പ്രിയ ദൈവത്തിലെ ആ 3 ദിവസത്തെ യാത്ര അബ്രഹാമിനെ ഒത്തിരി വേദനിപ്പിച്ചത് കാണുമായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, അവിടെ തളർന്നു പോകാതെ ആ വാക്കുകളിലെല്ലാം വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും ദൈവം നോക്കിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും എന്നുള്ള ഒരു ഉറപ്പ് അബ്രഹാമിന് ഉണ്ടായിരുന്നത് പോലെ നീ കേട്ടതായ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഒരു ദൃഢനിശ്ചയത്തോട് വിശ്വാസത്തോടു കൂടി നീ യാത്ര ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, നീ വെറുതെ മടങ്ങി വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ചില കരുതലുകൾ കണ്ടിട്ട് നീ മടങ്ങി വരുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. യാഗവസ്തുവിനെ അതിനെ കിടത്തുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ദൈവത്തിന്റെ കരുതൽ വൈകി പോകാനായിട്ട് ഇടയായി തീർന്നില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് വൈകി പോകാനായിട്ട് ഇടയായി തീർന്നില്ല. അതേ പ്രിയ ദൈവമക്കളെ, ദൈവത്തെ അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയാ, അവനോട് ദൈവം എപ്പോൾ സംസാരിച്ചാലാ ആ ദൈവ ശബ്ദം കേൾക്കാൻ അവർ ഒരുക്കമായിരിക്കും. സ്തോത്രം ഹല്ലേലൂയ. രണ്ടാമത് ഒരു മറുചോദ്യത്തിനോ അല്ലെങ്കിൽ രണ്ടാമതൊരു സംശയത്തിനോ അവിടെ സ്ഥാനമില്ല. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ ദൈവമാണോ വിളിച്ചത്? ഞാൻ യാഗത്തിന് വേണ്ടിയല്ലേ നിൽക്കുന്നത്, ഹല്ലേലൂയ, യാഗം കഴിക്കാമെന്ന് പറഞ്ഞു നിൽക്കുകയല്ല ചെയ്തത്. അബ്രഹാം അവിടെ ചെയ്ത ഒരു കാര്യമുണ്ട്. സ്തോത്ര, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചേനെ, ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. ഉടനെ റിപ്ലൈ കൊടുക്കത്തക്ക രീതിയിൽ ആ ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയുന്ന ഒരു അബ്രഹാമായിരുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ആ ഒരു ബന്ധം അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവവുമായിട്ടുള്ള ആഴമേറിയ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുക. സ്തോത്ര. നിന്റെ ഏത് വൈഷമ്യ ഘട്ടത്തിലും, ഏതോ പ്രയാസ ഘട്ടത്തിലും, ഏതോ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നീ കേൾക്കുന്ന ഒരു ശബ്ദം ഹല്ലേലൂയ, അത് ദൈവ ശബ്ദമാണെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു ദൈവമായിട്ടുള്ള ഒരു ബന്ധം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മെ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും, ഇതാ വ്യക്തിയാ വിളിച്ചത്. ഫോൺ കോളിൽ ഹലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും അത് അത്രത്തോളം ബന്ധമുള്ള വ്യക്തിയായിരിക്കും നമ്മളായിട്ട്. അല്ലാത്ത ഒരു വ്യക്തി വിളിച്ചു കഴിഞ്ഞാൽ നാം ചോദിക്കാറുണ്ട്, ആരാണ്? സ്തോത്രം. ഇവിടെ അബ്രഹാമിന് സ്തോത്രം ആരാണെന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിക്കേണ്ടി വന്നില്ല. അബ്രഹാമിനെ അറിയാം തന്നെ വിളിച്ചത് അപ്പന. സ്തോത്രം. തന്നെ വിളിച്ചിറക്കിയ പിതാവാണ് തന്നെ വിളിച്ചതെന്ന് അടിയനിത അവിടെ പറയുന്നുണ്ട്. ഞാനിതാ. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ചില ദൈവ ശബ്ദങ്ങൾ എന്നെ നിങ്ങളെ ദൈവം കേൾപ്പിക്കുമ്പോ അത് ഹല്ലേലൂയ നാം അത് തിരിച്ചറിയുവാനായിട്ടിടയായി തീരണം. പലപ്പോഴും ആ ദൈവ ശബ്ദമാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന്റെ കരുതലുകൾ കാണുവാൻ കഴിയാത്തത്, പലപ്പോഴും ദൈവത്തിന്റെ വിടുതലുകൾ കാണുവാൻ കഴിയാത്തത്. ഹല്ലേലൂയ. ഈ പൽക്കാലം ദൈവജനം ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദത്തെ യഥാർത്ഥമായി തിരിച്ചറിയുന്ന ഒരു മേഖലയിലേക്ക്, ആ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക്, ഹല്ലേലൂയ അപ്പൻ മക്കളെന്ന ബന്ധത്തിലേക്ക് ഞാൻ നിങ്ങൾ കയറുവാനായിട്ടിടയെ തീരുമ്പോ അപ്പൻ പറയുന്ന ഓരോ വാക്കുകള് നീ കേൾക്കത്തക്ക രീതി ഹല്ലേലൂയ നിന്റെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നു, ഇതാ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അബ്രഹാമിനോട് പറയുന്നുണ്ട്, ബാലന്റെ മേൽ കൈ വയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനെ മകനെ തരുവാ, നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന, അബ്രഹാം തല പൊക്കി നോക്കിയപ്പോ പിമ്പുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അവിടെ ദൈവത്തിന്റെ കരുതൽ കണ്ടു. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം കേട്ട് യാത്ര ചെയ്യുന്ന ദൈവ പൈതലേ, ദൈവത്തിലുള്ള ദൃഢനിശ്ചയത്തോടും വിശ്വാസത്തോടും യാത്ര ചെയ്യുന്ന ദൈവ പൈതലേ, നീ എത്തേണ്ടത് എത്തിക്കഴിയുമ്പോ, നീ ചെയ്യേണ്ടത് ചെയ്ത് കഴിയുമ്പോ, സ്തോത്രം, ദൈവത്തിന്റെ കരുതലുകൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ കാണും. ഹല്ലേലൂയ. പുറത്ത് താഴെ നിന്നുകൊണ്ട് പലരും പലതും പറഞ്ഞുകൊള്ളട്ടെ, നിന്റെ മലയിലോട്ടുള്ള കയറ്റം നിന്നെ വേദനിപ്പിക്കുന്നതായിരിക്കാം. ഒത്തിരി ചോദ്യങ്ങൾ മനസ്സിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ ചോദ്യങ്ങളെയൊക്കെയും ആഴത്തിൽ ഇട്ടിട്ട് ദൈവത്തിന്റെ വാക്കിന് മുമ്പാകെ നീ കയറുവാനായിട്ട് ഇടയായി തീരുമ്പോ നിന്റെ ഇറക്കം എന്ന് പറയുന്നത് ഈസി ഉള്ളതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാതെ, ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം നീ തിരിച്ച് ഇറങ്ങുവാനായിട്ടിടയായി തീരും. സ്തോത്ര. കാരണം ഹല്ലേലൂയ കരുതൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ കരുതൽ കണ്ടിട്ട് മടങ്ങി വരുവാനായിട്ടിടയായി തീരും. സ്തോത്രം.
ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റിനെ പിടിച്ചു തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഹല്ലേലൂയ. അവിടെ നമുക്ക് തിരുവചനത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. തന്നോട് പറഞ്ഞ ഹോമയാഗത്തിനായിട്ടുള്ള ആട്ടുകുറ്റനെ അവിടെ കണ്ടു, അതിനെ കണ്ടു. ഹല്ലേലൂയ. ആ കരുതൽ കണ്ടു. സ്തോത്ര. അത് കണ്ട് എന്ത് ചെയ്തു? അതിനെ പിടിച്ചു ഹോമയാഗം കഴിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. അതേ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. അനേക ചോദ്യങ്ങളുടെ മറുപടി നിങ്ങൾ കാണാൻ പോകുക. സ്തോത്ര. നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്തോത്ര പ്രഖ്യാപനത്തിന്റെ കരുതൽ നിങ്ങൾ കാണാൻ പോകുക. സ്തോത്ര. ഹല്ലേലൂയ. അപ്പൻ മകനോട് പറഞ്ഞു, ഒരു ആട്ടിൻകൊറ്റിനെ ദൈവം കരുതിക്കൊള്ളും. ബാല്യക്കാരോട് പറഞ്ഞു, സ്തോത്രം, ഞാൻ അവിടെ പോകുന്നു, ഞാനും മകനുമായി യാഗം കഴിക്കാൻ പോകുന്നു, യാഗം കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരാം. ഈ മറുപടിയുടെ ആൻസർ അവിടെ വെളിപ്പെട്ടു. മകനോടുള്ള ചോദ്യത്തിന്റെ മറുപടിയുടെ ആൻസർ അവിടെ വെളിപ്പെട്ടതുപോലെ ചില ചോദ്യങ്ങളുടെ മറുപടി നിങ്ങൾ കാണാൻ പോകുക. ചില കരുതലുകൾ. ഹല്ലേലൂയ. യഹോവ ഈരേ. ഹല്ലേലൂയ. അതേ, യഹോവ കരുതിക്കൊള്ളുമെന്ന് പലരോട് നീ പറഞ്ഞപ്പോ പലരും നിന്നെ പരിഹസിച്ചില്ലേ, പലരും നിന്നെ കളിയാക്കിയില്ലേ. അതേ, യഹോവ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ് നടന്നോ എന്നൊക്കെ പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ച അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തിലുള്ള വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും മുന്നോട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന്റെ കരുതലുകൾ തക്ക സമയത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. വചനത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുന്നു. അവ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് താണിരിപ്പിൻ. സ്തോത്രം. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളിൽ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ദൈവത്തോട് നിന്റെ വിഷയത്തെ പറഞ്ഞ് പ്രാർത്ഥനയോടായിരിക്കുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ തലയെ കുനിക്കുന്നൊരു ദൈവമല്ല, നീ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മടങ്ങി വരുവാൻ ഇടവെക്കുന്ന ദൈവമല്ല, നഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ നഷ്ടപ്പെടുമെന്ന് ലോകം പലതും നിന്നെ നോക്കി പറയുമ്പോൾ നഷ്ടത്തിന്റെ ലിസ്റ്റ് എഴുതുവാൻ ഇടയാകാത്തവണ്ണ കർത്താവ് ചെയ്ത കരുതലിനെ പറ്റി എഴുതത്തക്ക രീതി എന്റെ ദൈവത്തിന്റെ കരുതൽ നിനക്ക് വേണ്ടി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം കരുതൽ കണ്ടു. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാം, ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കാണും. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ചില കരുതലുകൾ നിങ്ങൾ കാണാൻ പോകുക. ഇതുവരെ മുമ്പിൽ ഉണ്ടായിരുന്നത് ചോദ്യങ്ങളായിരിക്കാം. മകന്റെ ചോദ്യം അബ്രഹാമിനെ വേദനിപ്പിച്ചു കാണുമായിരിക്കാം. ബാല്യക്കാരോട് പറഞ്ഞിട്ട് പോയി ഞാനും മകനുമായിട്ട് തിരിച്ചു മടങ്ങി വരാം. ഹല്ലേലൂയ. ഒത്തിരി വേദനയുടെ അനുഭവത്തിലായിരിക്കാം താൻ ആ ശുശ്രൂഷയെല്ലാം അവിടെ ചെയ്തത്. പക്ഷേ തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതൽ അവിടെ വെളിപ്പെട്ടു. താൻ കണ്ടു. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടാറുണ്ട്, നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ആ ശബ്ദം നാം കേൾക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. അവരാ ദൈവത്തിന്റെ കരുതൽ കാണാൻ പോകുന്നത്. സ്തോത്രം. ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടില്ല എങ്കിൽ അബ്രഹാം എന്ത് ചെയ്യും? ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചിട്ട് കടന്നു വരും. അതല്ല, അപ്പനോ വിളിക്കും, അപ്പനോട് സംസാരിക്കും. അപ്പന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് ആ കരുതൽ കാണാൻ പറ്റുന്നത്. സ്തോത്രം. അപ്പന്റെ ശബ്ദമാണ് കേട്ടതെന്ന് തിരിച്ചറിയുന്നവർക്കാണ് ചിലത് കയറുവാനായിട്ട് ഇടയെത്തിരുന്നു. ചിലടത്ത് കയറി ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ കരുതൽ കാണുവാനായിട്ട് ഇടയായി തീർന്നത്. അതിനുവേണ്ടി നാം ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, അപ്പൻ മകൻ എന്ന ബന്ധത്തിലേക്ക് ഞാൻ നിങ്ങൾ കയറുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. അതേ ഭാഗത്തിൽ തന്നെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിനകത്ത് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാഗറിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം കൊടുത്ത വെള്ളവും തുരുത്തിയിലെ വെള്ളവും അപ്പവും തീർന്നു കഴിഞ്ഞപ്പോ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ, സ്തോത്രം. കുട്ടിയെ കൊടുത്തു, അവളെ അയച്ചു, അവളെ പുറപ്പെട്ടു പോയി ബെർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു, തുരുത്തിയിലെ വെള്ളം തീർന്നു, അപ്പവും തീർന്നു. ഇനി എന്ത് ചെയ്യണം? ഒരു സ്റ്റെപ്പ് എങ്ങനെ മുന്നോട്ട് വയ്ക്കണമെന്ന് അറിയുവാൻ കഴിയാതെ നിൽക്കുന്ന ഒരു ഹാഗറിനെ കാണുവാൻ സാധിക്കുന്നു. അവിടെ മുമ്പിൽ കാണുന്ന ദൈവം കൊടുത്തതായി ഇവനൊരു വലിയ ജാതിയാകുമെന്നുള്ള ദൈവീയ വാക്തത്വങ്ങളൊക്കെ മറന്നിട്ട് അവൾ കാണുന്ന ഒന്നാണ്, സ്തോത്രം, കുട്ടിയുടെ മരണം. സ്തോത്രം.
കുട്ടിയുടെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ അവൾ അല്പം മാറിയിരുന്ന് എന്ത് ചെയ്യുന്നത്, അവിടെ ഇരിക്കുവാനായിട്ട് കരയുവാനായിട്ട് ഇടയായി തീർന്നത്. പക്ഷെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ബാലന്റെ നിലവിളിയെ കേട്ടതായ ദൈവം. സ്തോത്രം. ആ ബാലന്റെ നിലവിളിയെ കേട്ടതായ ദൈവം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ ഉൽപ്പത്തി പുസ്തകം 21-19 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ടോപ്പിക്കാൻ ഞാൻ പറഞ്ഞ ഒന്നാണ്, ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കാണുന്ന സമയം. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഹാഗർ കരയുവാനിടയെത്തുന്നു. എന്താ? കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട, ഇവൻ വലിയൊരു ജാതിയാകും എന്ന് പറഞ്ഞ ദൈവിക വാഗ്ദത്തം കാണുമ്പോ ഹല്ലേലൂയ സാഹചര്യം കൊണ്ട് ഹാഗർ കാണുന്നത് ഒന്നാണ്, കുട്ടിയുടെ മരണം. അത് കാണാൻ വയ്യ എന്ന് പറഞ്ഞു മാറിച്ചെന്നിരിക്കുമ്പോ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ബാലന്റെ നിലവിളി കേട്ടതായ ദൈവം അവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവം അവളുടെ കണ്ണു തുറന്നു. ഹല്ലേലൂയ. അവൾ ഒരു നീരുറവ കണ്ടു. പ്രിയ ദൈവ പൈതലേ, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു. എങ്ങനെ ഇനി മുന്നോട്ട് സ്റ്റെപ്പ് വെക്കണം എന്നറിയാതെ കാലുകൾ ഇടറുമ്പോ, മനസ്സ് പതറുമ്പോ, ഈ പകൽക്കാലം സ്തോത്ര ഹല്ലേലൂയ ചിലതിന്റെ മുമ്പാകെ നിന്ന് എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് ചോദിക്കുമ്പോ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചിലത് കാണേണ്ടതിനായിട്ട് ദൈവം നിങ്ങളെ കണ്ണുകളെ തുറക്കാൻ പോകുക. സ്തോത്രം. ദൈവം തുറന്നതായ നീരുറവയെ ഹാഗർ കണ്ടു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മരുഭൂമിക്കകത്ത് ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന നീരുറവയെ നീ കാണാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇരിക്കുമ്പോഴും പറയുമ്പോഴും ഒന്നും അവൾ കാണുന്നില്ല. പക്ഷെ ബാലന്റെ നിലവിളി കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? യഹോവയെ ദൈവം ഹാഗറിന്റെ കണ്ണുകളെ തുറന്നു. അവള് നീരുറവ കണ്ടു. ആ മരുഭൂമിക്കകത്ത് വെളിപ്പെട്ടതായ ദൈവത്തിന്റെ കരുതൽ അവൾ കണ്ടു. അബ്രഹാം ഹല്ലേലൂയ അളവ് നോക്കി കൊടുത്ത് തുരുത്തിയിലെ വെള്ളവും അപ്പവും കൊടുത്തു ഭവനത്തിൽ നിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോ ഇതാ മരുഭൂമിക്കകത്ത് ഹല്ലേലൂയ ഇവൻ വലിയൊരു ജാതിയാകുമെന്ന് യഹോവയെ ദൈവം അരുളി ചെയ്തിരുന്നതായ ദൈവ മരുഭൂമിക്കകത്ത് ഹല്ലേലൂയ ഒരു നീരുറവ അവർക്ക് വേണ്ടി കരുതിയിരുന്നു. ആ കരുതൽ കാണേണ്ടതിനായിട്ട് ഹാഗറിന്റെ കണ്ണുകളെ ദൈവം തുറന്നു. ഹാഗർ അത് കണ്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു. ചെന്നു തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ഹല്ലേലൂയ. ബാലൻ മരിച്ചു പോകും. ബാലന്റെ മരണം കാണാൻ വയ്യ. അവസാന പോയിന്റ് എത്തിയിരിക്കുമ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു, മരുഭൂമിക്കകത്ത് ഉറവയെ തുറന്നത് ആ കരുതലിനെ ഹാഗർ കാണുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ആകുലപ്പെടുമ്പോ, നിരാശപ്പെടുമ്പോ, നിന്റെ ഭവനത്തിനകത്തെ സാഹചര്യം വെച്ചുകൊണ്ട്, നിന്റെ ഭവനത്തിനകത്തുള്ള ശൂന്യത വെച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് എല്ലാം തീരുമെന്ന് നീ പറയുമ്പോ, എനിക്കിതൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞ് മാറിച്ചെന്നിരുന്ന് കരയുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടിയുള്ള കരുതലിനെ നീ കാണാൻ പോകുക. സ്തോത്രം. ചിലത് നിറയ്ക്കാൻ പോകുക. ശൂന്യമായി തീർന്നു പോയ തുരുത്തിയെ അത് ഉറവ കണ്ടു കഴിഞ്ഞപ്പോ നിറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ബാലനെ കുടിപ്പിച്ചു. നീ ചിലത് അനുഭവിക്കാൻ പോകുക, ചില കരുതലുകൾ അനുഭവിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിങ്ങൾക്ക് വേണ്ടിയായിട്ടുള്ള, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങളുടെ മുമ്പോട്ടുള്ള ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ചില കരുതലുകൾ നിങ്ങൾ അനുഭവിക്കത്തക്ക രീതിയിൽ ചിലത് കാണാൻ പോകുക. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ഒരു ദൈവ പ്രവൃത്തി ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അടുത്ത വേഗത്തിലൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. മത്തായി സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 17-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിനെ നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിന്റെ വായ് തുറക്കുമ്പോ ഒരു ചതുദ്രമർപ്പണം കാണും. അത് എടുത്ത് എനിക്കും നിനക്ക് വേണ്ടി കൊടുക്ക. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസിന്റെ ജീവിതത്തിനകത്ത് നമുക്ക് ദൈവവുമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്ന പത്രോസിനെ കാണുവാൻ സാധിക്കുന്നു.
പക്ഷേ യേശു കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്കിലും നാം അവർക്ക് ഇടർച്ചയാകരുത്. ചുങ്കം കൊടുക്കേണ്ട സമയത്ത്, കരം കൊടുക്കേണ്ട സമയം കടന്നു വന്നപ്പോ പത്രോസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ഈ ഒരു സാഹചര്യം വരുമെന്ന് അറിയാവുന്ന ദൈവം കർത്താവ് സമുദ്രത്തിന്റെ അടിത്തട്ടി കടന്ന് മത്സ്യത്തിന്റെ വായിൽ കരുതൽ വച്ചിരുന്നു. എന്നിട്ട് സമയം തെറ്റിപ്പോയില്ല. ചുങ്കോ കരോ ഒക്കെ അടയ്ക്കേണ്ട ടൈമിന് പെൻഡിങ് ഇടുവാൻ ഇടയാകാത്ത വേണം പത്രോസിനോട് പറയുവാനായിട്ട് ഇടയെത്തുന്നു. നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക, അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുരർമ്മപ്പണം കാണും. പ്രിയ ദൈവത്തിലെ ചിലത് കാണും. ഹല്ലേലൂയ. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ നിൽക്കുമ്പോ ചിലക്ക് പെൻഡിങ് വരുമോ, ചിലത് അടച്ചു തീർക്കാൻ കഴിയാതിരിക്കുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കത്തെ ഈ പകൽക്കാലം കാണുമായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നീ മറ്റുള്ളവർക്ക് ഇടർച്ചയായി തീരാതിരിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ കരുതൽ ഉണ്ട്. സ്തോത്രം. അവിടെ പറയുന്നുണ്ട്, ആ മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോ ഒരു ചതുർമ്മപ്പണം കാണും, അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക. ഹല്ലേലൂയ. ചിലത് കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ കരുതൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ആഴത്തിൽ കടന്ന സമുദ്രത്തിന്റെ വായ്ക്കകത്ത് ചുങ്കം കരം കൊടുക്കേണ്ടതിന് വേണ്ടിയുള്ള ചതുർദ്രമർപ്പണം സൂക്ഷിച്ചു വച്ചിരുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ മറ്റുള്ളവർ മുമ്പാക്കി ഇടർച്ചയാകാതിരിക്കേണ്ടതിനായിട്ട്, മറ്റുള്ള മുമ്പ് ഒരു ഭാരമായി തീരാതിരിക്കേണ്ടതിനായിട്ട്, മറ്റുള്ള മുമ്പിൽ കൈ നീട്ടാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവം ചിലതിന്റെ വായ്ക്കകത്ത് ചിലത് ഒതുക്കി വച്ചിട്ടുണ്ട്. അത് നീ കാണാൻ പോക്കിയ. ഹല്ലേലൂയ. നീ ചിലതിനെ തുറക്കുവാൻ ഇടയായി തീരുമ്പോ കർത്താവിന്റെ വാക്കനുസരിച്ച് നീ മുന്നോട്ട് പോയി നീ അത് ചെയ്യുവാൻ ഇടയായി തീരുമ്പോ ചിലതിന്റെ വായ്ക്കകത്ത് ചിലതിനകത്ത് ഇരിക്കുന്ന നീ കാണും. ഹല്ലേലൂയ. അതെടുത്ത് നീ ചിലത് തീർക്കത്തക്ക രീതിയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഒരു ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കാണാൻ പോകിയ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ 3 ഭാഗത്ത് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നത്, അതേ സ്തോത്രം, ദൈവത്തിന്റെ കരുതലുകൾ അവർ കണ്ടു. സ്തോത്രം. അബ്രഹാം ദൈവത്തിന്റെ കരുതൽ കണ്ടു, ഹാഗർ ദൈവത്തിന്റെ കരുതൽ കണ്ടു. ഇവിടെ എല്ലാം കാണുവാൻ സാധിക്കുന്നു. അബ്രഹാം പല ചോദ്യത്തിന്റെ മറുപടി ദൃഢനിശ്ചയത്തോടും വിശ്വാസത്തോടും പറഞ്ഞ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടത് കണ്ടു. ഹല്ലേലൂയ. താൻ അത് എടുത്തു, എന്ത് ചെയ്തു? യാഗം അർപ്പിച്ചു മടങ്ങി വന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെ, ഹാഗറിന്റെ ജീവിതത്തിനകത്ത് എങ്ങനെ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണമെന്ന് അറിയാതെ നിന്ന സാഹചര്യത്തിൽ മാനുഷികമായി കരുതലുകൾ അസ്തമിച്ചു. ഇനി ഇത് കാണണ്ട എന്ന് പറഞ്ഞ ഇടത്ത് തുരുത്തിയെ നിറയ്ക്കത്തക്ക രീതിയിൽ, തുരുത്തിയുടെ അനുഭവത്തെ നിറയ്ക്കത്തക്ക രീതിയിൽ ഉറവയെ തുറന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. അതേ സ്തോത്രം. അതെ, ആ നീരുറവ കണ്ടപ്പോ ആ തുരുത്തി നിറച്ച് എന്ത് ചെയ്തിട്ട് ബാലിന് കുടിപ്പിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരുന്ന ബാലിനെ കുടിപ്പിച്ച് ജീവനിലേക്ക് കടക്കുവാൻ ദൈവം അനുവദിച്ചു കൊടുത്തുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ചിലതൊക്കെ അവസാനിച്ചു, ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് പറയുമ്പോ അവിടെ നിന്ന് അടുത്തത് തുടങ്ങത്തക്ക രീതിയിൽ സ്തോത്ര യേശുവിന്റെ നാമത്തിൽ ചില കരുതലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകിയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ചില കരുതലുകൾ അവസാനിച്ചു, ഇവിടെ കൊണ്ട് തീർന്നു, ഇനി ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കാം. ഇനി സ്തോത്ര വാഗ്ദത്തങ്ങൾ കാണുമായിരിക്കും, പക്ഷേ ഒന്നിലേക്ക് കടക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പുകൾ ഇടുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കരുതൽ അവിടെ വെളിപ്പെടും. നിങ്ങൾ ചിലത് കാണും, നിങ്ങൾ തീർന്നു എന്ന് പറഞ്ഞ തുരുത്തികളെ നിറയ്ക്കത്തക്ക രീതിയിൽ സ്തോത്രം, അതിനെ കൊണ്ട് മറ്റുള്ളവരെ കുടിപ്പിക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ ചിലതിനെ ജീവനിലേക്ക് കടപ്പിക്കുക. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ അതേ തീർന്നു എന്ന് പറഞ്ഞ ചിലതിനെ ജീവനിലേക്ക് കടപ്പിക്കത്തക്ക രീതി സ്തോത്ര ദൈവത്തിന്റെ കരുതലുകൾ നിങ്ങൾ കാണുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, നാം മറ്റുള്ളവർക്ക് ഇടർച്ചയാകരുത്.
ചെന്ന് മത്സ്യത്തിന്റെ വായിൽ നിന്ന് ചതുരമാർപ്പണം എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കരമടച്ച് തീർക്കാം. ഹല്ലേലൂയ. ചിലതിനെ തീർക്കേണ്ടതിനായിട്ട് മുമ്പിൽ ഒത്തിരി ഭാരിച്ച ബുദ്ധിമുട്ട് കാണുമായിരിക്കാം, കടഭാരം കാണുമായിരിക്കാം, ലോൺ അടച്ച് തീർക്കേണ്ടത് കാണുമായിരിക്കാം, കടക്കാർ നിന്റെ ഭവനത്തിനകത്ത് കടന്നു വരുന്നുണ്ടായിരിക്കാം. എങ്ങനെ തീർക്കും കർത്താവേ എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, സ്തോത്ര, ഈ പകൽക്കാലം ചിലത് കൊടുത്ത് തീർക്കത്തക്ക രീതി, സ്തോത്ര, ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കാണും. ഹല്ലേലൂയ. സമുദ്രത്തിന്റെ ആഴത്തിൽ കിടന്ന മത്സ്യത്തിന്റെ വായ പത്രോസിന് വേണ്ടി, ഹല്ലേലൂയ, കരം അടച്ചു തീർക്കേണ്ടതിന് വേണ്ടി, സ്തോത്ര, അതേ സ്തോത്രം, ഹല്ലേലൂയ, ചതുരമർപ്പണത്തെ സൂക്ഷിച്ചു വച്ചിരുന്നതായ കർത്താവ് നിന്റെ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി, നീ മറ്റുള്ള മുമ്പാകെ ഒരു ഇടർച്ചയായി തീരാതിരിക്കേണ്ടതിന് വേണ്ടി നിനക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. അത് നീ കാണും. ഹല്ലേലൂയ. നീ ചിലത് എടുക്കും. ഹല്ലേലൂയ. അത് എടുത്ത്, സ്തോത്രം, ചിലതിനെ, സ്തോത്രം, പൂർത്തീകരിച്ച് തീർക്കുക. ചില കടത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കത്തക്ക രീതി ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഈ പകൽക്കാലം ചലിക്കും. പ്രിയ ദൈവത്തിലെ ഈ 3 ഭാഗത്ത് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുതൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, ദൈവത്തിന്റെ കരുതൽ കാണുന്ന സമയമത്രേ. സ്തോത്ര. അനേകം ചോദ്യങ്ങളുടെ മറുപടി നിങ്ങൾ കാണുവാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ദൃഢനിശ്ചയത്തോടുള്ള ആ ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ അനുഭവത്തിൽ നിന്ന് കൊണ്ടു നിൽക്കുന്ന ദൈവ പൈതലെ, നിങ്ങൾ ചിലത് കാണാൻ പോകുക. ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കാണും. നിങ്ങൾ അത് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതേ യഹോവ ഈരേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ചിലർ പരിഹസിച്ച് കാണും, ചിലർ നിന്ദിച്ച് കാണുമായിരിക്കാം. സ്തോത്ര. ഇത് പറഞ്ഞുകൊണ്ട് നടക്കേ എന്ന് പറഞ്ഞ് പിന്നിലും മുമ്പിലും നിന്ന് നിങ്ങളെ, സ്തോത്രം, നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു കാണുമായിരിക്കും. പക്ഷേ ദൈവശബ്ദം കേട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ അത് തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരിക. അത് നിങ്ങൾ കാണുവാനായിട്ട് ഇടയായി തീരുക. അത് നിങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും, ഹല്ലേലൂയ, ഉറപ്പോടെ മുന്നോട്ട് പോയപ്പോ ദൈവത്തിന്റെ കരുതൽ കണ്ടതുപോലെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നിങ്ങൾ ദൈവത്തിന്റെ കരുതൽ കാണാൻ പോകുക. ഹാഗറിന്റെ മേൽ കരുതൽ കണ്ടതുപോലെ, സ്തോത്രം. പ്രിയ ദൈവവൈതലേ, നിങ്ങൾ ചിലത് കാണാൻ പോകിയ, സ്തോത്രം, ദൈവത്തിന്റെ കരുതലുകൾ നിങ്ങൾ കാണും. അങ്ങനെ ഈ പൽക്കാലം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ വാക്തത്വത്തിന് വേണ്ടിയുള്ള ദൈവിക കരുതലുകൾ, നിങ്ങളുടെ തലമുറയുടെ മുന്നോട്ട് ഭാവിക്ക് വേണ്ടിയുള്ള ദൈവിക കരുതലുകൾ, നിങ്ങളുടെ ബിസിനസ് മേഖലയ്ക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യലിന്റെ കരുതലുകൾ, സ്തോത്രം, നിങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ട കരുതലുകൾ, ഏത് മേഖലയ്ക്കകത്താണ് ഒരു കരുതലിന് വേണ്ടി ദൈവസ്വനി കാത്തിരിക്കുന്നത്, ആ മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കാണാൻ പോകുക. ദൈവിക കരുതലുകൾ കാണുന്ന സമയമത്രേ. പറഞ്ഞ 3 ഭാഗത്ത് അബ്രഹാം ദൈവത്തിന്റെ കരുതൽ കണ്ടു, ഹാഗർ ദൈവത്തിന്റെ കരുതൽ കണ്ടു. സ്തോത്ര. പത്രോസ് ഹാഗറിന്റെ ദൈവത്തിന്റെ കരുതൽ, കർത്താവിന്റെ കരുതൽ കണ്ടു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ചിലത് നിങ്ങൾ കാണും. ഹല്ലേലൂയ. പത്രോസിനോട് കർത്താവ് അതാ പറഞ്ഞത്, അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുരമർപ്പണം കാണും. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ ചിലത് കാണുമെന്ന് കർത്താവ് നിന്നോട് പറഞ്ഞുവെങ്കിൽ, പ്രിയ ദൈവവൈതലേ, സ്തോത്ര, മറ്റാരുടെ കണ്ണിലല്ല കാണാൻ പോകുന്നത്. അതേ സ്തോത്ര, എവിടെയാണോ ദൈവം കാണുമെന്ന് പറഞ്ഞത് അവിടെ നീ ചിലത് കാണും. അവിടെ നീ അലയേണ്ടി വരത്തില്ല. അവിടെ നിന്ന് തിരിച്ചു മടങ്ങി വെറുതെ വരേണ്ടി വരികയില്ല. അവിടെ തന്നെ ദൈവത്തിന്റെ കരുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് കാണും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേ. ഈ പൽക്കാലം ദൈവിക കരുതലുകൾ വെളിപ്പെടുന്ന സമയമത്രേ. അതേ ദൈവിക കരുതലുകൾ നിങ്ങൾ കാണുന്ന സമയമത്രേ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടണം. വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും മുന്നോട്ട് പോയ അബ്രഹാം ദൈവത്തിന്റെ കരുതൽ കണ്ടതുപോലെ ഈ പകൽക്കാല കർത്താവേ, അങ്ങയുടെ ജനം ദൈവത്തിന്റെ കരുതൽ കാണട്ടെ. കർത്താവേ, അങ്ങയുടെ കരുതൽ കാണുന്ന സമയമാണല്ലോ കർത്താവേ. അപ്പൊ ആ ജീവിതത്തിലെ യാത്രകൾ, വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും ചോദ്യങ്ങളൊക്കെ കടന്നു വന്ന് കാണുമായിരിക്കും കർത്താവേ. പക്ഷേ അതിന്റെയൊക്കെ ഒടുവിൽ ഒരു കരുതലുണ്ട്. അങ്ങനെ തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം ആ കരുതൽ വെളിപ്പെടട്ടെ. അവർ ചിലത് കാണട്ടെ, അവർ അനുഭവിക്കട്ടെ, ശൂന്യതകൾ മാറട്ടെ, അവർ ചെയ്യേണ്ടത് ചെയ്യുവാൻ ദൈവത്തിന്റെ കരുതൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അവിടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച്
പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.